അതിരാവിലെ അമേരിക്കയിലെ വൈറ്റ്മാൻ എയർഫോഴ്സിൽ നിന്നും അതിവിചിത്രമായ ചില വിമാനങ്ങൾ പറന്നുയരുകയാണ്. ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സിന്റെ ഭാഗമായി സെർബിയൻ തന്ത്രപ്രധാന മേഖലയിലേക്കായിരുന്നു ഈ വിമാനങ്ങൾ പൊക്കൊണ്ടിരുന്നത്. ഏകദേശം 30 മണിക്കൂർ ഈ വിമാനങ്ങൾക്ക് പറക്കേണ്ടിയിരുന്നു. വർഷം 1999 മാർച്ച് 24. എതിരാളികളുടെ ആശയവിനിമയ സംവിധാനത്തെ തകർക്കുക എന്നായിരുന്നു ഈ വിമാനത്തിന്റെ ടാർഗറ്റ്. വിമാനം നിശബ്ദമായി എതിരാളികളുടെ വ്യോമയാനത്തിലേക്ക് കടക്കുകയാണ്. ശത്രുക്കളുടെ റഡാറിൽ നിന്ന് മറഞ്ഞിരിക്കുവാൻ അവർക്ക് അവരുടെ സ്റ്റെൽത്ത് വിമാനങ്ങൾ സഹായിക്കുമെന്ന് ഉറപ്പായിരുന്നു. ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്ന അറകൾ തുറക്കുകയും ബോംബുകൾ കൃത്യസ്ഥാനത്ത് പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. അതോടെ സൈബീരിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും റഡാർ സിസ്റ്റവും തൽക്ഷണം പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ദൗത്യം കഴിഞ്ഞ് വിമാനം തിരിച്ച് അതിൻ്റെ ബേസിലേക്ക് പറക്കുകയും ചെയ്തു. സൈബീരിയയുടെ എന്നല്ല മറ്റൊരു രാജ്യത്തിൻ്റെ റഡാറിൽപ്പെടാത്ത ഈ വിമാനം ഏതാന്ന് ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതെ, ആ വിമാനമായിരുന്നു B-2 സ്റ്റെൽത്ത് ബോംബർ അഥവാ B-2 സ്പിരിറ്റ് ബോംബർ. ഈ ഒറ്റ സംഭവത്തോടെ ഈ വിമാനത്തിന് നൽകാവുന്ന പ്രഹരം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കൊസോവ യുദ്ധം 1998-നും 1999-നും ഇടയ്ക്കാണ് ഉടലെടുക്കുന്നത്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കൊസോവയിലെ അൽബേനിയൻ വംശജരും സൈബീരിയയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നാറ്റോ ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സ് സംഘടിപ്പിക്കുന്നത്. ഒരു വിമാനത്തിന് പറക്കണമെങ്കിൽ 2 ചിറകുകളുണ്ടാകണം. എന്നാൽ B-2 ബോംബറുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് ഒരു ചിറക് മാത്രമേ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കൂ. അതിൻ്റെ എഞ്ചിനോ മറ്റൊരു ഘടകങ്ങളും നിങ്ങൾക്ക് പുറത്തേക്ക് കാണുവാൻ സാധിക്കില്ല. ഒരു വിമാനം എങ്ങനെ ഒറ്റ ചിറക് കൊണ്ട് പറക്കും? എങ്ങനെ അതിൻ്റെ എഞ്ചിനുകളെ നിർമ്മിക്കും? എവിടെ അതിൻ്റെ എഞ്ചിനെ സ്ഥാപിക്കും? എന്നിങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടാവാം. ഇതിനെല്ലാം പുറകിൽ ജാക്ക് നോർത്രോപ്പ് എന്നൊരു വ്യക്തിയുടെ ദീർഘവീക്ഷണവും ചിന്താഗതിയുമായിരുന്നു ഉള്ളത്. ഇതിനെല്ലാം മുമ്പേ നമുക്ക് അമേരിക്ക എന്തുകൊണ്ട് വേഗത്തിൽ പറക്കുന്ന ഒരു വിമാനം നിർമ്മിച്ചില്ല, അല്ലെങ്കിൽ കൂടുതൽ ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനം നിർമ്മിച്ചില്ല? എന്തുകൊണ്ടായിരിക്കണം സ്റ്റെൽത്ത് വിമാനങ്ങൾ അമേരിക്ക നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിന് കാരണം 2ാം ലോക മഹായുദ്ധം കഴിയുന്നതോടെ കൂടുതൽ വേഗത്തിൽ പോകുന്ന വിമാനങ്ങളെയും കൂടുതൽ ഉയരത്തിൽ പോകുന്ന വിമാനങ്ങളെയും എയർ ടു സർഫസ് മിസൈൽ ഉപയോഗിച്ച് നിഷ്പക്ഷം ഇല്ലാതാക്കുകയും ചെയ്യാമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. 200 കിലോമീറ്റർ അകലെ വരുന്ന വിമാനങ്ങളെ മനസ്സിലാക്കുവാനും അവയെ നിഷ്പക്ഷം ഇല്ലാതാക്കുകയും ചെയ്യാം എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാകുകയാണ്. റഡാറിൽ പതിയാതിരിക്കാനുള്ള പോംവഴിയാണ് സ്റ്റെൽത്ത് വിമാനങ്ങൾ. ഒരു വലിയ വിമാനം വരുന്നു എന്നതിന് പകരം ഒരു പൂമ്പാറ്റയോ അല്ലെങ്കിൽ ഒരു പക്ഷി വരുന്ന സിഗ്നലായിരിക്കും റഡാർ നൽകുക. ഒരു റഡാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റഡാറിൽ നിന്നും ശക്തമായ റേഡിയോ സിഗ്നലുകൾ പുറന്തള്ളുകയും അതൊരു വിമാനത്തിൽ തട്ടി തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ ആ വിമാനം നിൽക്കുന്ന സ്ഥാനവും ആ വിമാനത്തിൻ്റെ വലുപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയാണ് സ്റ്റെൽത്ത് ടെക്നോളജി വ്യത്യസ്തമാകുന്നത്. റഡാറുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെ തിരിച്ച് റഡാറിലേക്ക് പോകാൻ സമ്മതിക്കാതെ അവയെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു, അല്ലെങ്കിൽ അതിനെ അബ്സോർവ് ചെയ്യുന്നു. ഈ ടെക്നോളജിയെ വിളിക്കുന്നതാണ് സ്റ്റെൽത്ത് ടെക്നോളജി. ഇനി ഹീറ്റിനെ തടയണം. അതായത് ഒരു വസ്തു അമിതമായ ഹീറ്റ് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അത് ശത്രുവിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനായി B-2-ൽ അതിൻ്റെ എഡ്ജിനെ അതിൻ്റെ ഫ്യൂസലാജിൻ്റെ അകത്തേക്കാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല പുറത്തേക്ക് പോകുന്ന ചൂട് കാറ്റിനെ തണുത്ത കാറ്റുമായി മിക്സ് ചെയ്താണ് ഇവ പുറപ്പെടുവിക്കുന്നത്. 1970 കാലഘട്ടങ്ങളിൽ ലോക്ഹീദിൻ്റെ മാർട്ടിൻ ഷെർക്ക് വർക്ക്സ് എന്ന വിമാനത്തെ അടിസ്ഥാനമാക്കിയാണ് ആദ്യ സ്റ്റെൽത്ത് വിമാനം നിർമ്മിക്കുന്നത്. അങ്ങനെ F-117 നൈറ്റ് ഹോക്ക് എന്ന വിമാനം നിർമ്മിക്കുകയും ചെയ്തു. നാറ്റോ ബോംബിങ്ങിൻ്റെ ഭാഗമായി കൊസോവയിലേക്ക് പോകുന്ന വഴി ലോക്ഹീദിൻ്റെ നൈറ്റ് ഹോക്കിനെ വെടിവെച്ചിടുകയുണ്ടായി. പിന്നീടാണ് B-2 സ്പിരിറ്റിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയും ഏകദേശം 21 B-2 സ്പിരിറ്റ് നിർമ്മിക്കുകയും ചെയ്തത്. B-2 സ്പിരിറ്റിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഒരു ഭാഗങ്ങളും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. അതിൻ്റെ എൻജിൻ, അതിൻ്റെ കോക്പിറ്റ്, എന്തിന് അതിൻ്റെ ലാൻഡിംഗ് ഗിയർ പോലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം എന്തെങ്കിലും പുറത്തേക്ക് തള്ളി നിന്നാൽ അത് റഡാറിൽ പതിയുവാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 30 തൊട്ട് 44 മണിക്കൂർ വരെ നിർത്താതെ പറക്കുവാൻ ഈ വിമാനത്തിന് സാധിക്കും. അതിനായി മിഡ് എയർ റിഫ്യൂലിംഗ് സിസ്റ്റവും ഇതിനുണ്ട്. ഓരോ B-2 സ്പിരിറ്റ് ഉണ്ടാക്കാനായി എടുത്തത് ഏകദേശം $2 ബില്യൺ ആയിരുന്നു. മണിക്കൂറിൽ ഏകദേശം 1000 കിലോമീറ്റർ പോകുന്ന ഈ വിമാനത്തിന് ഒരു യുദ്ധത്തിൽ എന്ത് റോളാണ് ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും B-2 സ്പിരിറ്റ് എതിരാളികളെ മുഴുവൻ നശിപ്പിക്കുവാൻ സാധിക്കില്ല.
പകരം എതിരാളികളുടെ റഡാറിനെയും അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും തകരാറിലാക്കുന്നു. പിന്നീട് പുറകിൽ വരുന്ന ശക്തമായ ബോംബറുകളും ഫൈറ്റർ ജെറ്റുകളും മറ്റ് ആർമഡ് ഫോഴ്സുകളെ തകർക്കുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിൽ ലീഡ് നേടുവാൻ B2 സ്പിരിറ്റ് സഹായിക്കുന്നു. B2 സ്പിരിറ്റിന് പുറകെ B-21 സ്ട്രൈഡറും അമേരിക്കയുടെ പണിപ്പുരയിലാണ്. പുതിയൊരു ഏവിയേഷൻ കണ്ടന്റുമായി വീണ്ടും വരുന്നതിനേക്കും ഗുഡ് ബൈ.